ഹലോ വെൽക്കം ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സാരി എടുക്കുന്ന വീഡിയോ കേട്ടോ. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഭംഗി കിട്ടുന്ന ഡ്രസ്സാണ് നമ്മുടെ സാരി. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി എടുക്കാൻ. ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സാരി എടുക്കാൻ തുടങ്ങാം. സാരിക്ക് മാച്ച് ആയിട്ടുള്ള സ്കേർട്ട് എടുക്കുക. സ്കേർട്ടിൻ്റെ ഫ്രണ്ടിലത്തെ പോർഷനൊക്കെ ചുളുങ്ങിയിരിക്കാത്ത പോലെ വേണം കെട്ടാനായിട്ട്. ചുളുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈഡിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ റൈറ്റ് സൈഡിലാണ് നമ്മൾ കെട്ട് കൊടുക്കുന്നത്. അത് മെയിൻലി എനിക്ക് തോന്നുന്നു അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നാലും പുറത്തേക്ക് അറിയില്ല അവിടെ ആണെങ്കിൽ. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇത് ടൈറ്റായിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി കെട്ടി കൊടുക്കണമെങ്കിൽ ആ സൈഡിൽ സാരി ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അങ്ങനെയൊക്കെ എളുപ്പമുണ്ട്. പിന്നെ ചെരുപ്പിട്ടിട്ട് സാരി ഉടുക്കുന്നതാണ് നല്ലത്. ഹീലുള്ള ചെരുപ്പാണെങ്കിൽ നമുക്ക് അതാണ് നല്ലത്. പിന്നെ സ്കേർട്ട് ചെരുപ്പിനെ ഒന്ന് മേളിൽ നിൽക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഷിമ്മർ ടൈപ്പ് സാരിയാണ്. ഇത് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് സാരിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ബോർഡർ അടിച്ച് കൊടുത്തു. പിന്നെ ഇതിന് താഴെ സാരി ഫോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാരിക്കും സാരി ഫോൾ വെക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് നല്ലതുപോലെ നമുക്ക് ഉടുക്കാൻ പറ്റും. താഴോട്ട് നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇനി നമുക്ക് സാരി ഉടുക്കാം. സാരിയുടെ എൻ പോർഷൻ എടുക്കുക. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. വേണമെങ്കിൽ അവിടെ ഒരു കെട്ടിട്ട് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഒരേപോലത്തെ സാരി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റൈറ്റ് സൈഡിൽ കുത്തി കൊടുക്കുക. ഇറക്കമൊക്കെ നോക്കുക. ഞാനിപ്പോൾ ചെരുപ്പിന് താഴെ നിലത്തിങ്ങനെ കറക്റ്റ് നിൽക്കുന്നത് പോലെയാണ് കൊടുക്കുന്നത്. ഒരുപാട് വലിഞ്ഞെടുക്കുന്ന പോലെ ഉടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ നമ്മൾ നടക്കുമ്പം. എന്നിട്ടിത് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുക്കുമ്പോൾ എല്ലാ സൈഡിലും നല്ലതുപോലെ ചുളുങ്ങി പോവാതെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. ചുറ്റിയെടുത്ത് വീണ്ടും ഈ റൈറ്റ് സൈഡിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ലതുപോലെ ബാക്കിൽ നിങ്ങൾ വലിച്ചിട്ട് വേണം കുത്താൻ. എങ്കിലേ നമുക്ക് നല്ല ഷേപ്പ് കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിന് മുകളിൽ ഒരു ലെയർ കൂടി സാരി വരുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിലത്തെ ലെയർ നല്ല ടൈറ്റായിട്ടും നല്ല ഷേപ്പിനും ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുകളിൽ വരുന്നതും ലൂസായിട്ട് കിടക്കും. ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഉടുത്തിട്ട്. ഈ ഫസ്റ്റ് ലെയർ നല്ലതുപോലെ വലിച്ച് നല്ല ഷേപ്പിന് വേണം ചുറ്റി വയ്ക്കാൻ. ഇനി ബാക്കിയുള്ള സാരി നമ്മൾ ഒന്നുകൂടി ചുറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ മുന്താണി ഇങ്ങ് കയ്യിലെടുക്കാം. ചുറ്റിയെടുക്കുമ്പോൾ മേളത്തെ സൈഡും താഴത്തെ സൈഡും മാറിപ്പോകുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പിടിച്ചങ്ങ് എടുത്താൽ മതി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ കേട്ടോ. കൂട്ടത്തിൽ ബെല്ലടിക്കാൻ മറക്കണ്ട. ഓൾ ഓപ്ഷൻ കൂടി കൊടുത്തേക്കണേ. മുന്താണിക്ക് വേണ്ടത്ര നീളം മാത്രം ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മറ്റേ എൻ്റെതായി ഇവിടെ ഒന്ന് ഇങ്ങനെ കുത്തി വെച്ചേക്കാം. അപ്പോൾ പിന്നെ മുന്താണി നമ്മുടെ കയ്യിൽ നിന്ന് ലൂസായി പോവില്ല. ഇനി നമുക്ക് മുന്താണി ഒന്ന് ഞൊറിഞ്ഞെടുക്കാം. ഏറ്റവും പുറത്തെ ലെയറിൻ്റെ അവിടെ തൊട്ടാണ് ഞൊറിഞ്ഞെടുക്കുന്നത്. മുന്താണിക്കുന്ന വീതിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് എടുക്കുന്നത്. ഈ മുന്താണി ഞൊറിയുന്നതൊക്കെ നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. നല്ലതുപോലെ ഞൊറിഞ്ഞെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി, പാകത്തിന് നീളം നോക്കിയിട്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് ചെയ്തതാണ്. ഞാൻ എപ്പോഴും നേരത്തെ ഞൊറിഞ്ഞ് വെക്കുക ചെയ്യാറ്. ഇനി ഞൊറിവെല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒരുമിച്ച് ഒന്ന് അടുക്കി എടുക്കാം. എന്നിട്ടൊരു പിന്ന് വെച്ചത് കുത്തി കൊടുക്കാം. ഇനി താഴോട്ടുള്ള ഞൊറിവുകളും ഇതേപോലെ തന്നെ ഞൊറിഞ്ഞെടുത്തിട്ട് നല്ലതുപോലെ ഞൊറിഞ്ഞെടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് പിൻ ചെയ്ത് വെച്ചാൽ മതി. ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും തലേന്ന് തന്നെ ഇത് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അയൺ ചെയ്ത് കൂടി നടുക്കായിട്ട് ഞാൻ ഒന്നുകൂടി പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പോർഷൻ എടുത്തിട്ട് നമുക്ക് വേണ്ടത്ര നീളം നോക്കി കഴുത്തിൽ വെച്ചിട്ട് കുത്തി കൊടുക്കാം. എല്ലാ ലെയറും ഒരേപോലെ ഒരേ ഒപ്പത്തിൽ പിടിച്ച് വെക്കുക. പിന്നെ നീളം നോക്കുന്ന സാധാരണ ഉടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടിന് താഴേക്കാട്ടോ. അപ്പോൾ നമ്മൾ മുട്ടിന് താഴെ വരെ ഉടുക്കുക. ഞാൻ ഇത്രയാണ് എടുക്കാറ്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ഇനി നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഇറക്കി പിൻ ചെയ്യാം കേട്ടോ. പിന്നെ ചിലർ ഒരുപാട് ബാക്കിലേക്ക് ഇറക്കി പിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. 1-2 വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഷേപ്പിനനുസരിച്ച് ഓരോ ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഭംഗിക്ക് അനുസരിച്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെയാണ് ചെയ്യുന്നത്. സാരി എടുക്കുന്നതിൽ മെയിൻ ഒരു പരിപാടി കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഞൊറിച്ചിലെടുത്ത് പിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ സാരി ചുറ്റുമ്പം ഡയറക്റ്റ് അത് ഷോൾഡറിലോട്ട് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇനി എളുപ്പമാണ് കേട്ടോ. ഇനി സാരി ഇതേപോലെ ഇങ്ങോട്ടേക്ക് ചുറ്റിയെടുക്കുക. ഈ തുമ്പ് നല്ലതുപോലെ ഇങ്ങ് വലിച്ചെടുത്തോളൂ കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചെടുത്തോ. എത്ര ടൈറ്റായിട്ട് വെച്ചാലും ലാസ്റ്റ് നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസായി വരും. അതുകൊണ്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതിനൊക്കെ 2-3 മെത്തേഡുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടി ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇനി ഞാൻ മടക്കുന്നത് ശ്രദ്ധിച്ചോണം. നമ്മൾ പിൻ ചെയ്തെടുത്തുനിന്ന് ഏകദേശം ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങ് മടക്കി പൊക്കിയെടുക്കുക. ഏകദേശം അത്രയും തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലെയർ കൂടി എടുക്കുക. ആ എടുത്തിരിക്കുന്ന 2 അറ്റവും നല്ല ടൈറ്റായിട്ട് പിടിക്കുക. ഇപ്പോൾ നമുക്ക് ഈ സൈഡിൽ നല്ല 2 ഞൊറിവ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ പിടിച്ചിരിക്കുന്ന 2 അറ്റവും കൂടി നല്ലതുപോലെ ഒന്ന് പിരിച്ചെടുക്കുക. പിരിച്ചെടുക്കുമ്പോൾ അവിടെ ചുളുങ്ങി പോവാതെ ഒന്ന് ഇങ്ങ് പിരിച്ച് വെച്ചാൽ മതി. പിരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് പിന്നെ ലൂസായി പോകാതിരിക്കാനാണ്. എന്നിട്ട് അത് അവിടെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ മടക്ക് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ഇത് ഷിഫോൺ ടൈപ്പ് സാരിയല്ലേ, ഷിമ്മർ ടൈപ്പാണ്.
അപ്പോൾ ഇതിന് ഈ മടക്ക് എപ്പോഴും നിൽക്കില്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായി പോകും. പക്ഷേ നിങ്ങൾ വേറെ ഏത് ടൈപ്പ് സാരി കൊടുത്താലും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കും. മടക്ക് മാറിപ്പോയെങ്കിലും ഈ സാരിക്കും ഇത് തന്നെയാണ് നല്ലത്, കാരണം ഒട്ടും ലൂസാവില്ല, സാരി നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഏത് ടൈപ്പ് സാരി യൂസ് ചെയ്താലും ഇങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് സാരിയുടെ ഞൊറിച്ചിലെടുക്കാം. സാരി നേരെ പിടിച്ചിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഞൊറിച്ചിലെടുക്കുന്നവർ ഇതാ എൻ പോർഷനിൽ തന്നെ ഞൊറിച്ചിലെടുത്ത് തുടങ്ങിക്കോണം കേട്ടോ. ഞാനിപ്പോൾ ലെഫ്റ്റിൽ നിന്നാണ് ഞൊറിച്ചിലെടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞൊറിച്ചിലെടുക്കുമ്പോൾ നമ്മൾ ഒട്ടും ഗ്യാപ്പ് ഇടാതെ തന്നെ ഞൊറിച്ചിലെടുക്കാം. അതായത് ഫസ്റ്റ് ലെയറും നമ്മൾ എടുക്കുമ്പം നമ്മുടെ ഈ സെൻറ്റർ പോർഷനിൽ കറക്റ്റ് വെച്ച് കൊടുക്കാവുന്ന പോലെ. അപ്പോൾ ബാക്കി ഉള്ളിലേക്ക് ബാലൻസ് ആയിട്ട് തുണിയൊന്നും കിടക്കണ്ട. നമ്മുടെ കൈ ഇങ്ങനെ വിരിച്ച് പിടിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ മടക്കി മടക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ ഞൊറിച്ചിൽ കിട്ടും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അറ്റം വരെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ നിന്ന് വിട്ടു പോകാതെ മുറുക്കെ പിടിച്ചിട്ട് ഓരോ ലെയറും നല്ലതുപോലെ ഒന്ന് അടുക്കിയെടുക്കുക. എല്ലാം ഒപ്പത്തിനൊപ്പം എടുക്കുക കേട്ടോ. ഇനിതാ നമ്മുടെ ഈ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഒട്ടും ലൂസായിട്ട് കിടക്കണ്ട, അതായത് ഒട്ടും തുണി അവിടെ കിടക്കണ്ട. അത് നമ്മൾ കറക്റ്റ് എത്ര നീളമുണ്ടോ ആ ഒരു ലെയർ ഫുള്ളായിട്ട് വലിച്ചു വെക്കുക. അത് ആദ്യം ഒന്ന് ലൂസാക്കി കൊടുത്തു, എന്നിട്ട് അത് മൊത്തം എടുത്ത് നമ്മളൊരു ലെയറാക്കി. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് കാര്യമുണ്ട് ഗുണം. ഒന്ന്, നമ്മുടെ ഈ ബാക്കിലോട്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചുരുങ്ങി കിടക്കില്ല. അതായത് ഇത് ബാക്കി കിടന്നാൽ നമ്മൾ പിന്നെ അതെല്ലാം ചുരുക്കിക്കൊണ്ട് സൈഡിലും ബാക്കിലും ഒക്കെ ആയിട്ട് കുത്തി വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ വീർത്തിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇത്തിരി വലിയ പ്ലീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ തുമ്പത്തെ ലെയർ ഇങ്ങനെ സ്പ്രെഡായി പോകും. അതായത് അത് ബാക്കിലോട്ട് ഇങ്ങനെ വലിഞ്ഞു പോകും. അതും ഒരു വൃത്തികേടാണ്. അപ്പോൾ നമ്മുടെ ഞൊറിച്ചിലെല്ലാം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ കിടക്കണമെങ്കിൽ ഈ ഫസ്റ്റ് ലെയറായിട്ട് വരുന്ന ഈ പോർഷൻ ഇത്തിരി വലുതായിരിക്കണം. ഇനി ഞൊറിച്ചിലെല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് പിൻ ചെയ്യാം. പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയുടെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ടക്കിൻ ചെയ്യുക. നല്ലതുപോലെ ഫ്ലാറ്റായിട്ട് അകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം, വീർത്തിരിക്കരുത്. എന്നിട്ട് ഒന്നുകൂടി ഞൊറിച്ചിലേക്ക് ഒന്ന് പിടിച്ചെടുക്കുക. ഒന്നുകൂടി പിൻ ചെയ്യാനുണ്ട്. എന്നിട്ട് ഇതാ ഈ പോർഷനിൽ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്യാം. ഇവിടെ പിൻ ചെയ്യാം. ഉള്ളിൽ നിന്നാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. പുറത്തുനിന്ന് ചിലർ പിൻ ചെയ്യാറുണ്ട്, പക്ഷേ അന്നേരം ചിലപ്പോൾ ഇങ്ങനെ പിന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ സാരി കറക്റ്റ് അവിടെ ടൈറ്റ് ഫിറ്റായിട്ടിരുന്നോളും. ഇനി ഇതാ ഇവിടെ ഒരു ഇച്ചിരി തുണി ബാക്കി കിടപ്പുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് സാരി ഉടുത്തുകൊണ്ടാണ് ഒരു ശകലം മാത്രം വന്നത് കേട്ടോ. അതല്ല, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ഉടുത്തതെങ്കിൽ ഇവിടെ ഒരുപാട് മിച്ചം വരും തുണി. അപ്പോൾ നമ്മളത് ബാക്കിലേക്കൊക്കെ കൊണ്ട് കുത്തി വയ്ക്കുക, അവിടെയൊക്കെ വൃത്തികേടായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഇനി ഇത് കറക്റ്റായിട്ട് അവിടെ തന്നെ അങ്ങ് ടക്കിൻ ചെയ്താൽ മതി. അതായത് എവിടെയാണോ ആ തുണി ബാക്കിയുള്ളോ അവിടെ തന്നെ അങ്ങ് ഉള്ളിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ. ചുളുങ്ങാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് ഇറക്കി വിടുക കേട്ടോ. അത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവിടെ വീർത്തൊന്നും ഇരിക്കില്ല. ഇപ്പോൾ ഇതാ താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ലെയർ കറക്റ്റായിട്ട് മറ്റ് ഞൊറിച്ചിലുകളുടെ ഒപ്പം തന്നെ വന്ന് കിടക്കുക അല്ലേ. അപ്പോൾ അത് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഈ ഫസ്റ്റ് ലെയർ അങ്ങോട്ടേക്ക് വലിഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമല്ലേ. അപ്പോൾ അതിങ്ങനെ മാറിക്കിട്ടും. ഇനി ഞൊറിച്ചിലെല്ലാം പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുക. അത് താഴെ വരെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനൊരു പകുതി വരെ അങ്ങനെ ചെയ്യാറുള്ളൂ. താഴത്തെ പോർഷൻ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്നത് എനിക്കിഷ്ടം. ഇനി ഈ ഞൊറിവിൻ്റെ താഴത്തെ പോർഷൻ കറക്റ്റ് ചെയ്യണമെങ്കിൽ നടക്കുന്നതായി ഇതേപോലെ പൊക്കി പിടിച്ചിട്ട് കുഞ്ഞ് നിന്ന് ഞൊറിച്ചിലൊന്ന് അടുക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് വേറെ ആരുടെ ഹെൽപ്പ് വേണ്ട, നമുക്ക് തന്നെ ചെയ്യാം. പിന്നെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നമ്മൾ കുനിയുന്നതുകൊണ്ട് നമ്മൾ കുത്തിവെച്ച് ഒന്നും പോവുകയില്ല, കറക്റ്റായിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇതാ കണ്ടോ, ചുളുക്കൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ താഴത്തെ പോർഷനിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ മുന്താണി ഒന്ന് ശരിയാക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുത്തതനുസരിച്ച് എനിക്ക് ഇതിവിടെ നല്ല ടൈറ്റായിട്ടായിരിക്കുന്നത്, ഒട്ടും ലൂസായിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടി മുന്താണി ഊരി കുത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ചിലർക്കാണെങ്കിൽ സാരി ഉടുത്തതിന് ശേഷം ഈ മുന്താണി ലൂസായിട്ട് കിടക്കും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ലൂസായിട്ടാണ് മേളിൽ കിടക്കുന്നതെങ്കിൽ ഒന്നുകൂടി ഇവിടെ കുത്തിവെച്ച് പിന്നെ ഊരിയിട്ട് നല്ലതുപോലെ വലിച്ചു കുത്തി കൊടുക്കുക കേട്ടോ. ഇനി എത്ര വലിച്ചു കുത്തിയാലും ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഈ ഫസ്റ്റ് ലെയർ എനിക്കിപ്പോൾ ഇവിടെ നീളം കൂടുതലില്ല, അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നോളും. പക്ഷേ ചിലർക്ക് സാരി ഉടുക്കുമ്പം ഈ ഒരു ഭാഗം മാത്രം നീളം ഇച്ചിരി ലൂസായിട്ട് കിടക്കും. എന്നിട്ട് അപ്പോൾ അത് താഴോട്ട് പോരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പിടിച്ച് കയറ്റി വെക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഫസ്റ്റ് ലെയർ, അതായത് അകത്തെ ഫസ്റ്റ് ലെയറിൻ്റെ നീളം കൂടുതൽ കുറച്ച് വരുമ്പം അതിങ്ങനെ ഒന്ന് പിടിച്ച് ചുളുക്കിയെടുക്കുക. ഇതാ ഞാൻ ഈ ചെയ്യുന്ന പോലെ കഴുത്തിൻ്റെ മേളിൽ ഇവിടെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുളുക്കിയെടുക്കുക. അത് ഈ ലെയർ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് അപ്പോൾ ആ മടക്കെന്ന് പറഞ്ഞാൽ കുറച്ച് തുണിയോടെ വന്നല്ലോ, അത് നമ്മുടെ ബ്ലൗസിലേക്ക് ആ മടക്കി തന്നെ പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ആ ലെയർ ഇങ്ങനെ ടൈറ്റായിട്ട് വലിഞ്ഞിരിക്കും, പിന്നെ ലൂസായി പോവില്ല. പിന്നെ ബാക്കിയുള്ള ലെയേഴ്സ് വേണമെങ്കിൽ നമുക്കതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാൻ 2-3 ലെയർ കൂടി കൂട്ടിയാണ് പിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കിടന്നോളും. പക്ഷേ ഏറ്റവും പുറത്തെ ലെയർ കൂട്ടണ്ട, അവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചാൽ അത് കാണാൻ പറ്റും.
പിന്നെ ഈ പിൻ ചെയ്യുന്ന ബ്ലൗസിനുള്ളിൽ നിന്ന് പിൻ ചെയ്താൽ മതി. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സാരി എടുക്കുന്ന പരിപാടി. ഇനിയിപ്പോൾ സാരി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതാണ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കും. മെയിനായിട്ടും ചെയ്യുന്നത് ഇവിടെയാണ്, വയറ് കാണാതിരിക്കാൻ വേണ്ടി. കൂടുതലും അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗിയില്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെയർ ഇങ്ങനെ സാരിയുടെ പോർഷൻ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അത് ഈ ബ്ലൗസിൽ ടച്ച് ചെയ്യണ അവിടെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇച്ചിരി ബാക്കിലോട്ടൊക്കെ നമ്മൾ ബ്ലൗസിൽ ടച്ച് ചെയ്തിരിക്കണേ, അവിടെ ഉള്ളിൽ നിന്ന് കുത്തുക. അപ്പോൾ അവിടെ പിൻ ചെയ്യാൻ ഇച്ചിരി പാടുണ്ട്, ഇച്ചിരി കഷ്ടപ്പെട്ടൊന്ന് പിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ അടുത്താണ് നമ്മൾ ഈ ലെയേഴ്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് ഞൊറിഞ്ഞ് വെക്കുക. എന്നിട്ട് അവിടെ ഇതാ ഇങ്ങനെ അകത്തോട്ട് പിടിച്ചിട്ട് ബ്ലൗസിലൊന്ന് പിൻ ചെയ്യുക. ഇതാ കണ്ടോ, അവിടെ പിൻ ചെയ്ത് വെച്ചാലും അത് അറിയവേ ഇല്ല. അപ്പോൾ ആ ഞൊറിച്ചിൽ അങ്ങനെ തന്നെ ഇരുന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല, വയറൊന്നും കാണില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നോക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മളിങ്ങനെ പിൻ ചെയ്യുമ്പം ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് പിൻ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ സാരി ഉടുക്കുന്ന കാര്യങ്ങളൊക്കെ. എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ലൈക്കൊന്നും തരാൻ മറക്കരുത്. പിന്നെന്താ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിച്ച് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാൻ എന്താ ഒന്നുകൂടി സാരി ബ്ലൗസൊക്കെ ഇട്ട് സാരി എടുത്തിട്ടുണ്ട്. ഇത് ഹൈനെക്ക് ബ്ലൗസാണ്, അപ്പോൾ പ്രിൻസസ് കട്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റിലെ ലെയർ വരുന്ന ഒരുപാട് കയറി ഇരിക്കണമെന്നില്ല കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതാണ് എല്ലാവരും വെക്കാറുള്ളൊരു സ്റ്റൈല്, ഞാനും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ലെയർ വെച്ച് താഴ്ത്തി. അപ്പോൾ അത് പറഞ്ഞ പോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ, അങ്ങനെ തന്നെ ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ അതിന് കൂടെ ആ ബെല്ലടിക്കാൻ മറക്കണ്ട, അതിനുള്ള ഓപ്ഷൻ കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. പിന്നെ എന്താ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തന്നേക്കണം. പിന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തരും കേട്ടോ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തോളൂ. അപ്പോൾ ബൈ, സീ യു, താങ്ക് യു.